ഇതോടുകൂടി ഞാൻ മിമിക്രി രാജിവെക്കോ? അയ്യാ പാവല്ലേ, അയ്യാ പാവല്ലേ, അയ്യാ പാവല്ലേ. ഒന്നും ഞാൻ പറയത്തില്ല, തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം. കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഇതെങ്ങനെ ഇങ്ങനെ സൗണ്ട് മാറ്റണേന്ന്? ഫിലിപ്പോസ് അങ്കിളോ? ഞാൻ കണ്ടില്ലാട്ടോ. ഞാൻ പത്മ അനിയത്തിയ. പിന്നെ മിസ്റ്റർ കുഞ്ഞാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, ആ മാധ്യമപ്രവർത്തനം എന്നുള്ളൊരു ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും ആ വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം ആ NP നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരു റിപ്പോർട്ടാണ്. അനുശ്രീക്ക് പനി പിടിച്ച സൗണ്ട് അങ്ങനെ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞേ പറ്റും. ഞെട്ടി, അയ്യോ ഹൃദയം പൊട്ടി, വഴിയും തെറ്റി, ഇവിടെ എത്തി അമ്മേ. ഏത് ആൾക്കാരൊക്കെ പാട്ട് തന്നെയല്ലേ? എല്ലാ അമ്മമാരുടെയും ജിമിക്കും കമ്മലും മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം. നീ കൊള്ളാമല്ലോടി പെണ്ണെ. പുള്ളിക്കാരി പറഞ്ഞ സാധനമേ അല്ല. പക്ഷെ ആൾക്കാർ തീ പെണ്ണുമ്പുള്ള എന്തോ ഈ പറയുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റിൽ വന്നിട്ട് കിടന്ന് പറയുക. ആശുപത്രി പോവാൻ കാശ് വേണ്ട, പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. ആരെങ്കിലും കൊണ്ടുവന്നൊരു തോന്നല് വേണം മോളെ മനുഷ്യന്മാർക്ക്. ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞിട്ട് അത് കേട്ട് കഴിയുമ്പോ എന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും. ഇത്രയും കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ റിലീജിയനെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഇവിടെ കയറി വരുന്നേ. എന്ത് പറഞ്ഞാലും ഞാൻ, എന്റെ ഫ്രണ്ട്സ്, എന്റെ ലൈഫ്, ഞാൻ വയറസ് സെൽഫിഷ്. അബി താല്ലേ ഫക്രു, താനൊക്കെ പുഴുത്തിയാവും ദ്രോഹി. അപ്പൊ ഇടയ്ക്ക് സൗബിൻ കുട്ടി വിളിക്കുമ്പോ നീ പോടാ പട്ടി. നീ നോക്കണ്ടടാ, നിന്റെ അച്ഛൻ ഇതുപോലെ ചോര തൊപ്പി തന്നെയാടാ ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാമടാ. ഒരു 10,000 രൂപ, ഒരു 1,000 രൂപ അക്കൗണ്ടിലേക്ക് കേറിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി നന്ദി. ഞാൻ തന്നെ എന്റെ സൗണ്ടും നമ്മൾ രണ്ടുപേരുടെ സൗണ്ടും കൂടെ മ്യൂട്ട് ചെയ്തിട്ട് സ്പോട്ട് ഡബ് ചെയ്തെങ്കിട്ട പോരെ. ഹായ്, ഞാൻ ചാന്ദിനി. ഇന്ന് YES27 നമ്മുടെ കൂടെയുള്ളത് ഒരുപാട് സൗണ്ടുകൾ കാണിച്ച് നമ്മളെ ഞെട്ടിക്കുന്ന ഒരാളാണ് റീൽസിലൂടെ. പ്രീതിമ, വെൽക്കം ടു YES27. താങ്ക് യു. ഒരു കിച്ച് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ക്ലൈമറ്റിന്റെ. ആക്ച്വലി പ്രീതിമ എത്ര പേരുടെ സൗണ്ട്? ഞാൻ ഒരു 30-ന് മുകളിൽ ആൾക്കാരുടെ വോയിസ് ചെയ്യാറുണ്ട്. ബോത്ത് ജെൻസും ലേഡീസും. ജെൻസ് അധികം അങ്ങനെ ട്രൈ ചെയ്യാറില്ല, കുറച്ച് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ട്രൈ ചെയ്യാറില്ല. ഈസി ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ വേഗം ചെയ്യും. ആക്ച്വലി എന്ന് തുടങ്ങിയത് ചെയ്യാൻ തുടങ്ങി? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ അന്നൊക്കെ ഈ പറഞ്ഞ കണക്കൊരു 2-3 വോയിസ് ഒക്കെ ചുമ്മാ ചെയ്യുമായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി ചെയ്ത് തുടങ്ങിയതാണ്. എങ്ങനെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായേ? പെട്ടെന്ന് മനസ്സിലായി. അത് ഞാൻ ചെറുതിലോട്ട് ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കാണുമ്പം ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും, മാനറിസം അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാരും ചിരിക്കും. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാരും ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യുമ്പോൾ എല്ലാരും ചിരിക്കും, കയ്യടിയൊക്കെ അടിക്കും. അപ്പഴത്തേക്ക് എനിക്കതൊരു പ്രോത്സാഹനമായി. അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഏറ്റവും കൂടുതൽ പേര് ഞെട്ടിയിട്ടുള്ളത് ആരുടെ സൗണ്ട് ചെയ്തപ്പോഴേ? കുറെ നാള് പിന്നെ മിമിക്രി ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു സംഭവമായിട്ടേക്ക് ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു ഷോ വരുന്നത്. അപ്പോൾ അതിലിങ്ങനെ അതിൻ്റെ പരസ്യം കണ്ട സമയത്ത് എന്താ ഓഡിഷൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പോയതാ. അപ്പോൾ പിന്നെ സെലക്ട് ആയി. അവരെന്നെ വിളിച്ച സമയത്ത് ഞാൻ രജിഷ വിജയന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് ഡബിങ് ആയിരുന്നു ചെയ്തത്. അനുരാഗ് കരിക്കുംവെള്ളം സിനിമയിൽ അന്ന് എലിസബത്ത്. അപ്പൊ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന വോയിസിൽ നല്ല ആൾക്കാർ പറയാറുണ്ട് രജിഷയുടെ വോയിസ് അടിപൊളിയാണ്, അനുശ്രീയുടെ വോയിസ് അടിപൊളിയാണെന്ന്. ആ സമയത്ത് കുറച്ച് നല്ല ഇതായിട്ട് നിൽക്കുന്ന നടിമാരായിരുന്നു ഇവരൊക്കെ. ഇവര് ആ സമയത്ത് ഈ ചെയ്യുമ്പം നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാ ഇതിങ്ങനെ ചെയ്യണേ? അത് ചിലപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് ചിലപ്പോൾ ജസ്റ്റ് നോക്കും, എനിക്ക് പറ്റുമായിരിക്കും എന്നുള്ളത് തോന്നിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണോ അല്ലേ എന്നുള്ള നമ്മളടുത്ത് ആരായിരിക്കും, നമ്മളെ ഫ്രണ്ട്സോ ആരാന്ന് വെച്ചാൽ അവരെ ഒന്ന് കാണിക്കും. ഇത് ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പം ഓക്കെ ആവാനുണ്ട് അല്ലെങ്കിൽ ഓക്കെ ആയി എന്ന് പറയുമ്പം ഞാൻ പിന്നെ ഒന്നും കൂടെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി സെറ്റാക്കാൻ നോക്കും. അങ്ങനെയാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രാക്ടീസ് എങ്ങനെയാ? അതായത് വീണ്ടും മോഡുലേഷൻ ഒക്കെ മാറ്റി നോക്കും. അത് ഇവരുടെ ഇപ്പൊ ഒരു എന്തെങ്കിലും വൈറൽ കട്ട്സോ എന്തെങ്കിലും
വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്ന സമയത്ത് ഇത് ഞാൻ ചെയ്യുന്നത്, ഞാനത് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കും. വെച്ചിട്ട് നമ്മൾ ഇൻഷോട്ടിൽ ഇട്ടിട്ട് ഇവരുടെ വോയിസ് ഫുള്ള് മ്യൂട്ട് ചെയ്യും. ഓക്കെ. മ്യൂട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞ ഡയലോഗ് ആ വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്, അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, അതിൽ പറഞ്ഞു നോക്കും. അപ്പൊ നമുക്കറിയാൻ ചെയ്യുന്ന പോലെ അല്ല, ടിക്ടോക്കിലല്ല, ഇത് ഇവരെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഷോട്ടിൽ കേട്ടിട്ട് അവരെ വോയിസ് ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഡബ് ചെയ്ത് നോക്കും. അപ്പൊ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ശരിയായി എന്നുള്ളത്. അവരുടെ ഒറിജിനൽ ഓഡിയോയും നമ്മൾ ചെയ്യുന്നതുമായിട്ട് നോക്കുമല്ലോ. അപ്പം കുറച്ചൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ പ്രാവശ്യം കേൾക്കും. ഇവരുടെ വോയിസ് ഇങ്ങനെ കേട്ട് കേട്ട് നമ്മുടെ മൈൻഡിലാവണം, ആ വോയിസ് നമ്മളിലേക്ക് എത്തണം. അപ്പോഴാണ് ഓക്കെ ആവുന്ന ഒരുവിധം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് മാറ്റം വരുത്തി ലാസ്റ്റ് എക്സാക്ട് അതുപോലെ കിട്ടിയ ഏതെങ്കിലും സൗണ്ട് ഉണ്ടോ? കുറേ വർക്ക് ചെയ്തിട്ട്. ഞാൻ അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ല. ഞാനിങ്ങനെ ഓട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇതേന്നും പറഞ്ഞിട്ടിരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പനി അസുഖങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ചെയ്ത് ഇടാൻ തുടങ്ങിയത്. അങ്ങനെ ഫസ്റ്റ് ഇട്ട ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പം ഇടുന്ന വീഡിയോസ് എല്ലാം നല്ല റീച്ച് ഉണ്ട്, നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്, മില്യൺസ് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് കമന്റ് ഇടാറുണ്ട്, അവർ സ്റ്റോറി ഇടാറുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ ഒരു സ്റ്റോറി ഇട്ടത് എന്നുള്ളതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടാണല്ലോ അങ്ങനെ. അതുകൊണ്ട് ഞാൻ പിന്നെയും ഇങ്ങനെ നോക്കും, ഇനിയിപ്പോൾ അടുത്ത ആരെങ്കിലും ഒക്കെ ചെയ്യാല്ലേ അങ്ങനെ. ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടുള്ളത് ആരുടെ ആയിരിക്കും? എനിക്ക് തോന്നുന്നു ഞാൻ മല്ലിക അമ്മയുടെ വോയിസ് കുറച്ച് ഏജ്ഡ് വോയിസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് പഠിക്കാൻ ഇച്ചിരി ഒരു സമയമെടുത്തു. എനിക്ക് ആ വോയിസ് കിട്ടുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ച് പറയുമ്പോഴത്തേക്ക് പിന്നെ വോയിസ് ചേഞ്ച് ആയി പോകും. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരുവിധം ഒക്കെ ഒപ്പിച്ച് വെച്ച് നമുക്ക് ഒരു 1-2 പേരുടെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കിയാലോ? ഓക്കെ, ഞങ്ങള് മാർക്കിടാം. ഓക്കെ, ശരി. ഇഷ്ടമല്ല മല്ലികാമ്മയുടെ വോയിസിൽ നിന്ന് അങ്ങ് തുടങ്ങാം. മോഹൻലാൽ ഇങ്ങനെ ഒരു ഫ്രീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യും. രാജുവിൻ്റെ മനസ്സിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെ കൂടെ കണ്ടൊരു സീനിയർ നടൻ. പൃഥ്വിരാജ് വശപ്പശകായിട്ട് നോക്കുന്നു ലാലേട്ടനെ. അത് കഴിഞ്ഞപ്പോൾ ടൊവിനോ ശരിയല്ല. ഇനി അടുത്തത് പിന്നെ ഇതിനകത്ത് ചെറിയ ഒരു ഏജിങ്ങിന്റെ ആ ഒരു സംഭവം ചില സമയത്ത് സംസാരിക്കുമ്പോൾ വേറെ രീതിയായിരിക്കും. ഇങ്ങനെ ചെറുതായിട്ട് സംസാരിക്കാൻ സമയത്തില്ലേ സൗണ്ട് കുറച്ച് പറയുമ്പോഴത്തേക്ക് വേറൊരു കട്ടിയുള്ള ഒരു വോയിസ് ആയിട്ട് മാറും. ഇതൊക്കെ ഇങ്ങനെ നോക്കും, പഠിക്കണം. ആക്ച്വലി ഇവരുടെ ഒരുപാട് സംസാരം കേട്ടാലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ശിവാംഗി കൃഷ്ണകുമാർ. ഒന്നറിയോ, ഇന്ന് രാവിലെ ചെന്നൈന്ന് ഫ്ലൈറ്റ് കയറുമ്പോ ആസിഫ് അലിനെ കണ്ട നല്ല ഇരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. താഴെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി, ആസിഫ് അലി ഷാർട്ട്സ് ഇട്ട് വാക്കിംഗ് പോവാ. ഞാൻ കണ്ടു താഴെ. അത് സീനല്ലേ? അയ്യോ. പിന്നെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഇനി ശിവാംഗിയോട് ചോദിക്കാൻ പോവാ. അമ്മയും ശിവാംഗിയും തമ്മിൽ ആക്ച്വലി വീട്ടിലെങ്ങനെയാ തല്ലൊക്കെ പിടിക്കും? ഞങ്ങൾ എപ്പോഴും വഴക്കാന്നേ. അമ്മ എന്തെങ്കിലുമൊക്കെ പറയും, അത് കേൾക്കുമ്പോ എനിക്ക് പിടിക്കില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, എപ്പോഴും അമ്മ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റണില്ല, ഞാൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വേറൊരാളുടെ സൗണ്ട് വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഷാനി പ്രഭാകർ, ന്യൂസ് റീഡർ. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം. അസ്സാം പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമത്തോടുകൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലേ? കണ്ണടച്ചൊക്കെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ എക്സാക്ട് ഷാനി പ്രഭാകരൻ. ഷാനി ചേച്ചിയൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ? ഓ കൊള്ളാം, കണ്ടിട്ടുണ്ട്. ഞാനിതുപോലൊക്കെ ഇവരെയൊക്കെ പാട്ടൊക്കെ പാടുന്നതായിട്ടൊക്കെ ഷാനി ചേച്ചി പാട്ടുപാടിയിൽ എങ്ങനെ ഇരിക്കുന്നുള്ള അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ നമ്മൾ സ്റ്റോറി ഇടുമല്ലോ, ആരൊക്കെ കണ്ടെന്ന് നോക്കുമ്പോ ഷാനി ചേച്ചിയൊക്കെ കണ്ടിരിക്കുന്നതാണോ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നെ. അതുകൊണ്ട് എന്റെ സ്റ്റോറി ഒക്കെ കാണുമല്ലോ. റിപ്ലൈ ചെയ്യുന്നുണ്ടോ? ആ, നേരിട്ട് കണ്ടിട്ടുണ്ട്, അപ്പൊ സംസാരിച്ചിട്ടുണ്ട്. ഓ, ഷാനി ചേച്ചി പിന്നെ എല്ലാവരോടും എനിക്ക് പേടിയായിരുന്നു. അല്ല, ഒരു നോർമൽ വോയിസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാനിരുന്ന് വേറെ ഈ പറഞ്ഞ കണക്ക് അവര് പാട്ട് പാടുന്നത് ശരിയാ. അല്ല, അത് എളുപ്പല്ല. അപ്പൊ പറയാം, എനിക്കിങ്ങനെ ഓരോരുത്തർ അയച്ചു തരാറുണ്ട് പ്രീതിമയുടെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ പിന്നെ ആരുടെയാ?
പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച സുജിയ പാർവതി, നമ്മുടെ റിപ്പോർട്ടറിന്റെ സ്വന്തം സുജയ ചേച്ചി. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, ആ മാധ്യമപ്രവർത്തനം എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും ആ വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം NP നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരു റിപ്പോർട്ടാണ്. സാർ എന്നെ വിട്ടേഴ്സിലൊക്കെ എന്നെ ചീത്തയൊക്കെ പറയും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു ഗുരു ശിഷ്യോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. ഇതെനിക്കൊരു ഞെട്ടിക്കൽ എപ്പിസോഡായി മാറും തോന്നുന്നുണ്ട്. ഓരോരോ സൗണ്ട് കഴിയുമ്പോൾ ഞാൻ ഞെട്ടും. അയ്യോ, ഇതൊക്കെ എക്സാക്ട് സുജയ ചേച്ചി കണ്ടിട്ടില്ലേ? സുജയ ചേച്ചി കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർ ചിലർ പറയും ഇത് സുജയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ അപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, കയറി നോക്കൂ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന്. സുജയ ചേച്ചിയുടെ സൗണ്ടും ആക്ച്വലി ഷാൻ ചേച്ചിയുടെ സൗണ്ടും എക്സാക്ട്. സുജയ ചേച്ചി അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഞാൻ റിപ്പോർട്ടർ വിളിച്ചു, അവിടെ പോയി പെർഫോം ചെയ്തായിരുന്നു. ഓ അടിപൊളി. പിന്നെ റിപ്പോർട്ടേഴ്സ് വേറെ ആരുടെയെങ്കിലും ഉണ്ടോ? പിന്നെ റിപ്പോർട്ടർ അല്ല, നമ്മുടെ ചിന്ത ജെറോം. ചിന്ത ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ജിമിക്കും കമ്മലും. ഓക്കെ, അത് പറയാം. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം. ഇത് എന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമല്ല. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം. ഇതെങ്ങനെ ഇങ്ങനെ സൗണ്ട് മാറ്റണേന്ന്? അല്ല, അത് ആക്ച്വലി ഭയങ്കര ഒരു ടാലന്റാ, ഇങ്ങനെ പെട്ടെന്ന് സൗണ്ട് മാറ്റിയെടുക്കാന്ന് പറയുന്ന. അല്ല, ചിന്ത ചേച്ചി ഇതുപോലെ തന്നെ ഈ അവസരത്തിൽ പറയാം, വേറൊരു പ്രോഗ്രാമിൽ വെച്ചിട്ട് പുള്ളിക്കാരി അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നായിരുന്നു. അപ്പോഴ് ഇവര് പറഞ്ഞ് സർപ്രൈസ് ആയിട്ട് പുള്ളിക്കാരി ഞെട്ടിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടപ്പോഴേ പുള്ളിക്കാരി ഒന്ന് ഷേക്കാൻ ചെന്നു. ഞാൻ വീഡിയോസ് കാണാറുണ്ട്. ഞെട്ടിക്കല് പോയി. ഈ സൗണ്ട് ചെയ്ത എല്ലാരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ അത്യാവശ്യം ചെയ്യുന്ന ആൾക്കാർ, രജിഷ ചേച്ചിയെ കണ്ടിട്ടുണ്ട്, വിനയ് ഫോർട്ട്, ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കണ്ടിട്ടുണ്ട്, അവർക്ക് അറിയാം ചെയ്യുന്ന കാര്യം. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എല്ലാരും കാണും. പിന്നെ അതുമല്ല, അവര് കണ്ടില്ലേലും ചിലപ്പോ അവർക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോ അയച്ചു കൊടുക്കുമായിരിക്കും. ഇതുപോലെ ആൾക്കാർ ഞെട്ടിപ്പോയ വേറെ ഏത് സൗണ്ടല്ലേ? വെറുതെ തർക്കിച്ച് ജയകനെ ഹേർട്ട് ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച അനുഭവം എന്റെ തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാ. അതൊന്നും നിനക്കറിയില്ല. അതുകൊണ്ട് മര്യാദക്ക് സംസാരിച്ചോ. ഞാൻ മാറില്ല. എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. നീ പറഞ്ഞു സംസാരിച്ചിട്ട് പൊക്കോ. നീ പറ അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. ഞാൻ അന്ന് അനുരാഗ കരിക്കുമ്പളത്തില് ആ ഡയലോഗ്സ് ആയിരുന്നു ചെയ്യുന്നത്, എലിയുടെ ഡയലോഗ്സ്. അല്ല, അതിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാ. നമ്മളെപ്പോഴും രജിഷേനെ ഓർത്ത് വെക്കുന്നത്. അതിനകത്ത് വേറൊരു ഇതാ, ഇത്രയും കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഈ റിലീജിയനെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഇവിടെ കയറി വരുന്നേ. എന്ത് പറഞ്ഞാലും ഞാൻ, എന്റെ ഫ്രണ്ട്സ്, എന്റെ ലൈഫ്, ഞാൻ വൈറസ് സെൽഫിഷ് അബി, താനല്ലേ ഫക്രു, താനൊക്കെ പുഴുത്തിയാവും ദ്രോഹി. അപ്പൊ ഇടയ്ക്ക് സൗബിൻ കുട്ടി എന്ന് വിളിക്കുമ്പോ നീ പോടാ പട്ടി. വേറെ ആർക്കെങ്കിലും വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടോ സിനിമയ്ക്ക് എങ്ങാനും വേണ്ടി? ഞാനിങ്ങനെ രജിസ്റ്റർ ചേച്ചിക്ക് ട്രാക്കൊക്കെ ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. അതെയാ? പിന്നെ സ്വാസിക പുള്ളിക്കാരിയുടെ ഒരു പരസ്യത്തിൽ ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരിക്ക് വേണ്ടി. സ്വാസികയുടെ സൗണ്ട് ആണോ? സൗണ്ട് അല്ല, അന്ന് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് ആൾക്കാരുടെ വോയിസ് ഒന്നും ചെയ്യത്തില്ല, ഇനി മിമിക്രി ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവര് ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ ഏകദേശം ആ വോയിസ് പിടിച്ച് ചെയ്തു അങ്ങനെ. ഇപ്പം ഈ സൗണ്ട് നമ്മളെപ്പോഴും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോ. അതിനുവേണ്ടി എന്തൊക്കെയാ ചെയ്യാ? ഞാനൊന്നും ചെയ്യാറില്ല, അതാണ് സത്യം. ഒന്നും ചെയ്യാറില്ല. ചുടുവെള്ളം കുടിക്കുക, ക്ലൈമറ്റ് ഒക്കെ ശ്രദ്ധിക്കുക, ഒന്നും ചെയ്യില്ല. പണി കിട്ടാറുണ്ട്? എന്നിട്ട് ഇഷ്ടം പോലെ പണിയിട്ടിട്ടുണ്ട്. പ്രോഗ്രാമിനൊക്കെ അടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ജലദോഷവും പനിയൊക്കെ. നമ്മളിപ്പോ 2 മാസം മുമ്പോ അല്ലെങ്കിൽ 1 മാസം മുമ്പൊക്കെ ആയിരിക്കുമല്ലോ പ്രോഗ്രാമിന് വിളിച്ചവര് ബുക്ക് ചെയ്യുന്നത്. ആ സമയം എടുക്കാറാകുമ്പോഴത്തേക്ക് പിന്നെ ടെൻഷൻ തുടങ്ങും. അപ്പം ചൂടുവെള്ളമൊക്കെ ഫ്ലാസ്കിൽ എടുത്ത് കുടിച്ചോണ്ടിരിക്കും, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പൊക്കെ കുടിച്ചോണ്ടിരിക്കും. കാര്യം പനിയുടെ ടോൺ കിടക്കുമല്ലോ, എത്ര ഇനി എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ആ ടോൺ കിടക്കും. അപ്പൊ വ്യത്യാസം വരില്ലേ? വ്യത്യാസം വരും. പിന്നെ നമ്മൾ പറയും അനുശ്രീക്ക് പനി പിടിച്ച സൗണ്ട്, അങ്ങനെ പറഞ്ഞേ പറ്റൂ. അല്ല, നമ്മളിങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയും, ഓഡിയൻസിന്റെ അടുത്ത് അവർ ചീത്ത വിളിക്കൂലേ. സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോ എത്ര ഡ്യൂറേഷനാ മാക്സിമം ചെയ്യാം? ഒരു ഹാഫ് അവർ കണ്ടിന്യൂസ്? അല്ല, ഇപ്പം ചിലവർ പറയും 2 എൻട്രി വേണമെന്ന് പറയും, ചിലർ പറയും 1 എൻട്രി മതി എന്ന് പറയും. ലൈവ് കുറച്ച് വോയിസ് ചെയ്തതിന് ശേഷം സ്പോട്ട് ഡബിങ്ങാ ചെയ്യുന്നത്. നമ്മൾ അത്യാവശ്യം ആൾക്കാര് അറിയുന്ന സിനിമയുടെ ഹിറ്റായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഓരോ ആൾക്കാരുടെയും അത് സ്ക്രീനിൽ വീഡിയോ വാളിൽ ഇട്ടിട്ട്
ഞാൻ അവിടെ സൈഡിൽ നിന്നിട്ട് ഡബ് ചെയ്യും, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഇടയ്ക്ക് നിന്ന് ഡബ് ചെയ്യും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഭയങ്കര നൈസ് റെസ്പോൺസ് കിട്ടിയ ഏതെങ്കിലും സ്റ്റേജ് ഷോസ് ഓർമ്മിക്കുന്നുണ്ടോ? നല്ല സപ്പോർട്ടാണ്, എവിടെ ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല കയ്യടിയൊക്കെ കിട്ടാറുണ്ട്. ആ ഏതെങ്കിലും ഗസ്റ്റുകൾ എങ്ങാനും വന്നിട്ട് അവര് വണ്ടർ അടിച്ചു പോയിട്ടുണ്ടോ? അങ്ങനെ ഷൈൻ ടോം ചാക്കോ പുള്ളി ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കര. ഷൈൻ്റെ ചെയ്തിട്ടുണ്ടോ? അല്ല, ആ ചേട്ടൻ വോയിസ് ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് കേട്ടിട്ട് ഞെട്ടി ഷൈൻ. എന്താ പറഞ്ഞത്? കൊള്ളാം, അടിപൊളിയാ, പുള്ളിയുടെ സ്റ്റൈൽ അറിയാലോ. പുള്ളി റെസ്റ്റ്ലെസ് ആയിട്ട് പറഞ്ഞിട്ട് പോയിട്ടോ. പിന്നെയോ ശ്വേത ചേച്ചി ഞെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്വേത ചേച്ചി ഭയങ്കര വണ്ടർ അടിച്ചു നിന്നു, അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു പാട്ടിന്റെ സംഭവം ഉണ്ടായിരുന്നില്ലേ? പാട്ട് മിന്നൽവള, പിന്നെ മിന്നൽവള, പിന്നെ നമ്മുടെ പുഷ്പ 2-ല് എന്ത് വരുന്ന പാട്ട്, അല്ലല്ല ഫീലിംഗ് സോങ്, ഫീലിങ്സ്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കിയാലോ? അത് ഈ മ്യൂസിക് ഇല്ലാതെ കേൾക്കുമ്പോ ബോറായിട്ട് തോന്നുന്നു. അപ്പം ഇത് പാട്ടായിട്ട് പാടത്തില്ല, നമ്മള് വെറൈറ്റി ആണല്ലോ നോക്കുന്നത്. ഇവര് പാടിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ഒരു രീതി ഉണ്ടല്ലോ, അവരുടെ രീതിയിൽ എങ്ങനെ ഈ സാധനം പോകും എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ഫീലിംഗ് സോങ്ങിനകത്ത് ഷാനി ചേച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമസ്കാരം. ജനങ്ങൾ പറയുന്നത് മല്ലിക ബാണന്റെ അമ്പുകളിൽ തുടങ്ങാറാണ്. ഓക്കെ. ఆరండికొసారి ఏదండికొసారి పౌన్ తక్కువ పాతండికొసారి ఆ పడుకుండో ఓసారి, ఆ మెలుగుండో ఓసారి, మేనితి సొక్క కూసండో ఓసారి, ఆ ఏలు నొక్కుന്നുണ്ടോ ఓసారి, ആ കാല് നോക്കുന്നുണ്ടോ ഓസാരി, నువ్వు పక్కനെന്തു പ്രേതൻക്ക് ഓസാരി. അപ്പൊ ഞാൻ പാടുകയാണേ. വച്ചുണ്ടായി ഫീലിങ്സോ വെച്ച് ചെമ്പേസ്തുണ്ടായി ഫീലിങ്സോ. ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പൊ ഞാൻ ലിറിക്സ് പെട്ടെന്നേ. അത് കുഴപ്പമില്ല. നമ്മൾ ലിറിക്സ് അല്ല, നമ്മൾ സൗണ്ടുമ്മയാണ്. ശീലാമ്മയുടെ മേരാ ജീവൻ ഏതോ കാലക്കേടിലാണോ, ലോല വായോ പോകാം, ലോകം കാണാം, തേരാ പാര ഞെട്ടി, അയ്യോ ഹൃദയം പൊട്ടി, വഴിയും തെറ്റി, ഇവിടെ എത്തി അമ്മേ. ഇത് ആൾക്കാരൊക്കെ പാട്ട് തന്നെയല്ലേ. പിന്നെ അനുശ്രീയുടെ ഇല്ലേ? അനുശ്രീയുടെ ഡയമണ്ട് നെക്ലസിലെ പഴയ സംഭവം. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവോ അരുണേട്ടാ? അച്ഛൻ പറഞ്ഞത് നേരാ. അരുണേട്ടൻ മഹാ അഭിമാനിയാണെന്ന്. അതുകൊണ്ടല്ലേ ശ്രീധരൻ തന്നത് ഇഷ്ടാവാഞ്ഞേ. എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? ഒരാളുടെ സൗണ്ട് കേൾക്കുമ്പോ ഇത് പ്രീതിമയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ മനസ്സിലാവുക? അതെ, നമ്മളിപ്പം ഈ പറഞ്ഞ കണക്ക് ഒരു ചെറിയ ടെക്നിക്സ് ഉണ്ട്. നമ്മള് ചിലരുടെ വോയിസ് നമ്മളെ വോയിസിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ബേസ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലരുടെ വോയിസ് കിട്ടും. ചിലരുടെ നോസ് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്ന സാധനം. ഏത് മിമിക്രി ആർട്ടിസ്റ്റിനെയൊക്കെയാണ് കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ട് ഇതുപോലെ ആവണം എന്ന് തോന്നിയിട്ടില്ല? ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് നമ്മുടെ കോട്ടയം നസീർ, അദ്ദേഹത്തിന്റെ ഒരുപാട് മിമിക്രികൾ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലാഭവൻ സരിക ചേച്ചിയുടെ മിന്നൻ താരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫീമെയില് മിമിക്രി ചെയ്യുന്ന ഇങ്ങനെ TV-യിൽ കാണുന്നത്. അങ്ങനെ അവരാണ് ഒരു റോൾ മോഡൽ. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇതുപോലൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുമല്ലോ. ഈ പെൺകുട്ടികൾ മിമിക്രിയില് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ അധികം ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് വീട്ടിൽ പറയുമ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ പറയുമ്പോൾ അവരുടെ റെസ്പോൺസ് ആ ഒരു സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായിരുന്നു? ആ സമയത്ത് എൻ്റെ അടുത്ത് പറയാൻ കോപ്രായം കാണിക്കാതെ വീട്ടിൽ അടങ്ങിയതും നമ്മളെ വീട്ടിൽ പഠിത്തത്തിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എൻ്റെ അച്ഛൻ പൂജ വെപ്പിൻ്റെ അന്നും വേണമെങ്കിൽ പറയും ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാൻ. അങ്ങനത്തെ ഒരാളാണ് പുള്ളി. അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛൻ ഇങ്ങനെ പഠിക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇതിനൊന്നും നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു പണ്ട്. പിന്നെ ഞാനിങ്ങനെ കോമഡി ഉത്സവത്തിൽ പോയി ഫസ്റ്റ് ചെയ്ത വീഡിയോ അത്യാവശ്യം നല്ല വൈറലായ സമയത്ത് ആൾക്കാരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞപ്പോ അച്ഛൻ കൊള്ളാലോ, ഇനി അടുത്തത് അപ്പൊ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇനി അടുത്തത് പുതിയത് പഠിക്കുന്നില്ലേ ഇങ്ങനെ അങ്ങനെ ചോദിച്ചു. ആദ്യം ഇഷ്ടമല്ല ഞാള് പിന്നെ അങ്ങനെ മാറ്റി പറഞ്ഞു. ബാക്കിയുള്ളവരോ, അതായത് നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേജ് ഷോസിനൊക്കെ പോവില്ലേ, അപ്പം ആസ് എ ലേഡി അവിടെ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാ? നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് കോട്ടയം നസീർ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈവൻ ജയറാം, എനിക്കറിയത്തില്ല, മിമിക്രിയുടെ രാജാവ്. അതെ. പിന്നെ ഇപ്പം മഹേഷ് കുഞ്ഞമ്മോൻ നമ്മുടെ സുഹൃത്താണ്. അതെ. ജയറാം ഏട്ടൻ, ദിലീപ് ഏട്ടൻ എല്ലാരും ഈ ഒരു ഇതിൽ തന്നെ വന്നവരാണ്. തീർച്ചയായും. പക്ഷെ
ലേഡീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിരലുണ്ടാവുന്ന ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം അതിലേക്ക് പോകാനുള്ള ധൈര്യം എങ്ങനെയായിരുന്നു? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? എല്ലാം തുടക്കം ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് ചെയ്യുമെങ്കിലും നമുക്ക് ഇതുപോലൊരു ചാനലിലൊക്കെ പോയി പെർഫോം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അന്ന് ഈ കോമഡി ഉത്സവമാണ് തുടക്കം. അതായത് ഫസ്റ്റ് സീസൺ ആദ്യം ആ സമയത്ത് പോയി ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്തതിന് ശേഷമാണ് പിന്നെ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ആയതിനു ശേഷം വേറെ ചാനലിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട് ഇങ്ങനെ മിമിക്രി ചെയ്യുന്ന ഒരു വേറെ പെൺകുട്ടികളുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഗ്രൂപ്പായിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ സിംഗിളായിട്ട് അങ്ങനെ വിളിക്കുന്ന സമയത്ത് പോയി ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ട്രൈ ചെയ്യണമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ പഠിക്കുന്ന പുതിയതൊക്കെ. പുതിയത് പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. സമയമില്ല. സ്റ്റേജ് ഷോസ് പുറത്തൊക്കെ പോയി ചെയ്തോ? പുറത്ത് ഷോസ് വന്നിട്ടുണ്ട്, പക്ഷെ സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ആ ടൈമിലൊന്നും. ഇനിയോ? ഇനി വന്നു കഴിഞ്ഞാൽ പോകും. ദുബായ് അങ്ങനെയൊക്കെ സ്റ്റേജ് ഷോസ് അടിപൊളിയായിരിക്കും. ദുബായ് മലയാളികളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് നമ്മളുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള സ്റ്റേജ് ഷോസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പുറത്തേക്ക് പോകുമ്പോ. പിന്നെ സ്റ്റേജ് ഷോസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസും ഉണ്ട്. ഇപ്പൊ എത്ര റീൽസിൽ കണ്ടാലും അത് വേറെ തന്നെ. പ്രീതിമയ്ക്ക് സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നതാണോ കുറച്ചും കൂടി ഇപ്പോഴും ടെൻഷൻ ഉള്ളത്, അല്ലെങ്കിൽ റീൽ കോണ്ടന്റ് ചെയ്യാൻ? റീൽ കോണ്ടന്റ് ചെയ്യാനാണ് എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ. മറ്റേതെന്ന് വെച്ചാൽ നമ്മള് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. റീൽ എന്ന് പറഞ്ഞാൽ നമ്മള് പുതിയ സാധനം നമ്മൾ റീലിലൂടെയാണ് പരീക്ഷ നോക്കുന്നത് അല്ലെ, ചെയ്ത് നോക്കിയിട്ട്. അപ്പം തെറിവിളി കേൾക്കുവോ അതോ നല്ലത് കേൾക്കുവോ എന്നുള്ള ആ ഒരു ഇതുണ്ട്. നമ്മൾ ചെയ്യുന്ന സാധനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴെന്തോ ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് ആ സംഭവം കിട്ടാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കും, വെയിറ്റ് ചെയ്ത് നോക്കും. നല്ല കമന്റ്സ് ഇട്ട് 2-3 ടേക്ക് ഒക്കെ എടുക്കോ? രണ്ട് ടേക്ക് മാക്സിമം. നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ? വന്നിട്ടുണ്ട്. അതിന് റെസ്പോണ്ട് ചെയ്യോ? ചിലതൊക്കെ കാണുമ്പോ അതെന്താന്നറിയാമോ, ഞാൻ നാഗചേച്ചിയുടെ ഒരു വീഡിയോ ചെയ്തിട്ട് നാഗചേച്ചിയുടെ കമന്റ് ബോക്സ് അറിയാലോ, അതുപോലെ എന്റെ കമന്റ് ബോക്സ്. എനിക്കറിയത്തില്ല, നാഗചേച്ചിയെ ചീത്ത വിളിക്കുന്നു, ബാബുസ്വാമിയെ ചീത്ത വിളിക്കുന്നു. ഞാൻ നോക്കുമ്പോ ഇതെല്ലാം എന്റെ കമന്റ് ബോക്സിലാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നീ നോക്കിയത് ഞാനാന്ന്. അപ്പൊ നാഗചേച്ചിയുടെ നോക്കാം നമുക്ക്. ബാബുസ്വാമിയാണോ? അതും വേണമെങ്കിൽ പറയാം. ഓക്കെ. ആദ്യം നാഗചേച്ചിയുടെ നമ്മളെ ഫേമസ് ആയിട്ടുള്ള അയ്യോ പോവല്ലേ ആ സാഹചര്യം. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല. എന്നൊന്നും ഞാൻ പറയത്തില്ല, തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം. നാഗചേച്ചി കണ്ടോ? കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും. നാഗചേച്ചിയോട് ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ഇടാൻ പറയണം. അടുത്ത ചീത്തവിളി ഉറപ്പ്. ചീത്ത വിളിക്കുന്നു നാഗചേച്ചിക്ക്. നമുക്ക് തെറ്റിക്കാൻ വേറെ പണിയില്ല എനിക്ക് ചോദിക്കാൻ. ഒരു കൊച്ചവിടെ ഇരുന്ന് എന്ത് ചെയ്തു അങ്ങനെ പറയുള്ളൂ. നാഗചേച്ചിയുടെ ബാബുസ്വാമി എന്ത് കാണിച്ചാലും ഞാൻ ആവത്തില്ല പറയും. എനിക്കേ പറ്റത്തുള്ളൂ. ബാബുസ്വാമിയോ? അതിന്റെ ഡയലോഗ് ഒന്ന് ഓർത്തെടുക്കണം. ബാബുസ്വാമി നന്നായി നൃത്തം ചെയ്യും, ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടൊരു സാധനം. ഞാൻ ആ വീഡിയോ അല്ല ചെയ്തത്, വേറൊരെണ്ണ സാധനം ചെയ്തത്. അയ്യോ പോവല്ലേ? അല്ലല്ല, അത് കണ്ടില്ലായിരുന്നു ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്നത്. അതായത് ബാബുസ്വാമിയുടെ അടുത്ത് വേറൊരു സ്വാമി ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. അപ്പം നാഗ ചേച്ചി ഇങ്ങനെ മൈൻഡ് വോയിസിൽ പറയുന്നത് പോലെ ആ സാധനമാണ് ഞാൻ ചെയ്തത്. പുള്ളിക്കാരി പറഞ്ഞ സാധനമേ അല്ല. പക്ഷെ ആൾക്കാർ എന്നിട്ട് ഈ പെണ്ണുമ്പുള്ള എന്തോ ഈ പറയുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റിൽ വന്നിട്ട് കിടന്ന് പറയുക. നമ്മള് എടുക്കേണ്ടത് അങ്ങനെയല്ല, അത് എക്സാക്ട് നാഗചേച്ചിയുടെ പോലെ തോന്നി. അപ്പൊ അവര് വിചാരിച്ചു നമ്മള് ഡബ് ചെയ്തേക്കെന്താന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ലടാ. അങ്ങനെയൊക്കെ. പിന്നെ ഫാമിലി ഞാൻ സിംഗിൾ മദറാണ്. മോനുണ്ട്, 9 വയസ്സായി. പൃഥ്വിക് എന്നാണ് പേര്. പൃഥ്വിക് നല്ല പേര്. പ്രീതിമയുടെ അതെ. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്, അവൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. ബ്രദറാണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ശല്യം. പിന്നെ അവൻ എന്നെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ട് ചെയ്യും കേട്ടാ. ആദ്യമൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മോനിപ്പോ 2nd സ്റ്റാൻഡേർഡ്. എവിടെയാ? കൊല്ലം. മോൻ ചെയ്യോ മിമിക്രി? ഇല്ല, അങ്ങനൊന്നും ഇല്ല, വളർന്നിട്ടില്ല. അത്ര വളർന്നിട്ടില്ല. ആവട്ടെ, പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ശരിക്കും ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ പഠിക്കാൻ പറ്റുമോന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കലോത്സവത്തിനൊക്കെ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ വിളിച്ച് ചോദിക്കും ചേച്ചി ഒന്ന് പഠിപ്പിച്ചു തരുമോ ഇങ്ങനെ കുറച്ച്. അപ്പം അവരുടെ വോയിസുമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അവരുടെ വോയിസ് കേട്ടിട്ട് നമുക്ക് ചില ആൾക്കാരെ ട്രൈ ചെയ്ത് നോക്കാൻ പറയും. മോഡുലേഷനും ഒക്കെ പഠിച്ചിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ സ്റ്റൈലാണല്ലോ സംസാരത്തിന്. അപ്പം അതാദ്യം നമ്മൾ നോക്കണം. ആദ്യം മോഡുലേഷൻ ആണോ പഠിക്കുക? ആദ്യം ഓരോ ആൾക്കാർ പറയുന്ന സ്റ്റൈല് രീതിയായിരിക്കും. അപ്പൊ അതാദ്യമേ നമ്മൾ നോക്കിയിട്ടാണ് പിന്നെ വോയിസിലോട്ട് എത്തിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിന്റെ മോഡുലേഷൻ സ്പീഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എടുക്കുന്നത് പോലും ആ ഒരു സാധനമൊക്കെ ഉണ്ട്. ഫേമസ് ആയിട്ടുള്ളതല്ലാതെ ഫ്രണ്ട്സിന്റെയോ ഫാമിലിയിൽ ആരുടെയോ അങ്ങനെ വോയിസ് മിമിക് ചെയ്യാറുണ്ടോ? അങ്ങനൊക്കെ മുമ്പേ നേരത്തെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ചെയ്യാറില്ല. ഇപ്പൊ അങ്ങനൊന്നും ചെയ്യാറില്ല. പിന്നെ ഒരു സിംഗിൾ മദർ ആയിരിക്കുമ്പം ഇങ്ങനത്തെ സ്റ്റേജ് ഷോസും മോന്റെ കാര്യവും കുറെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പൊ അത് ഭയങ്കര ടഫല്ലേ? അതിന്റെ ഇടയിൽ ഇതൊരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനും കൂടി ആവുമ്പോ അതെങ്ങനെ മാനേജ് ചെയ്യാം? അതാ ഈ പറഞ്ഞ പോലെ ഈ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ വീട്ടിൽ ചിലപ്പോൾ ചില ഡേ ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്താണ്. പിന്നെ കൂടുതൽ ഫ്രണ്ടുണ്ട്, അവളാണ് എൻ്റെ അടുത്ത് പറയുന്നത് എടി പുതിയ വോയിസ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അവളെ റീലൊക്കെ ഷെയർ ചെയ്ത് തരും. ഓരോ ആൾക്കാരുടെ നല്ല റീച്ചായിട്ടുള്ള ആ സംഭവങ്ങൾ എടുത്തിട്ട് വൈറൽ വീഡിയോസൊക്കെ എടുത്തിട്ട് പറയും ഇവരെ വീഡിയോ ഇപ്പം നല്ല വൈറലായിട്ടേക്കാണ്, നീ ചെയ്ത് നോക്ക്, നല്ലതാണ്, പുതിയ സാധനങ്ങൾ ട്രൈ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഫ്രണ്ട്സ്. മോന് മോട്ടിവേറ്റ് ചെയ്യും? മോന് അങ്ങനെ ഒരു നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളോട്ടൊന്നും വലിയ സംസാരിക്കും. അവന് എന്താണ് ഇഷ്ടം? അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അവന് അത്യാവശ്യം പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ കഴിയട്ടെ, ഒരു 5ാം ക്ലാസ് ഒക്കെ ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരാം. 7ാം ക്ലാസ് ആയപ്പോഴാണ് ആ ഒരു പ്രായമാകുമ്പോഴേക്കും അവൻ കളി അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം കളിക്കുക, അങ്ങനത്തെ ഒരു ആ ഒരു ഫ്ലോയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോ ഒരു ലേഡി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ലോങ് ഒക്കെ പോകേണ്ടി വരുന്ന സമയത്ത് അങ്ങനത്തെ ആ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൊച്ചി ടു കൊല്ലം എപ്പോഴും 2 വീലറുമ്പോ നടക്കുന്ന ആളാണ്. അങ്ങനെ ചെറിയൊരു ഭ്രാന്തുണ്ട്. ചെറിയ ഭ്രാന്ത്. അപ്പൊ രാത്രി ആയാലും പോവും? നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റേ ചെയ്യാറില്ല അവിടെ ഒന്നും. ചിലപ്പോൾ നമുക്ക് അവർ സ്റ്റേ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ പറയും സ്റ്റേ വേണ്ട, ഇന്ന് തന്നെ പോവാന്ന് പറയും. ഈ വിടുന്ന ആൾക്കാർക്കും ടെൻഷൻ ആയിരിക്കും. പ്രോഗ്രാമിന് വിളിച്ചിട്ടേ എത്തിയിട്ട് പറഞ്ഞേക്കണേ എന്ന് പറയും. 4-5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണ്ടേ? മാറി മാറി അവളുണ്ട്, ഫ്രണ്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അവൾ എൻ്റെ കൂടെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെ വരും. പിന്നെ കുഴപ്പമില്ല, ഒരാളും കൂടെ ആകുമ്പോൾ ധൈര്യം ഉണ്ടല്ലോ. ശരി. പിന്നെ ഇതുപോലെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള റീൽ ഏതായിരുന്നു? പിന്നെ ഞാൻ മറ്റേ ഫോൺ പേയുടെ മമ്മൂക്കയുടെ ഫോൺ പേയുടെ അവസാനം പാർവതി തിരുവത്ത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു 10,000 രൂപ, ഒരു 1,000 രൂപ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി നന്ദി. അനുശ്രീ 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ 200 രൂപ ഇട്ടു അല്ലേ? എനിക്കറിയാം, ചേട്ടൻ മഹാഭിമാനിയാ. നമ്മുടെ ഷാനി ചേച്ചി, താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാശും ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം. ചിന്ത ജെറോം QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുകയില്ല എന്നറിയിക്കുന്നു. ഇതാ ഇടക്കാലത്ത് ചെയ്തതാ, ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തതാ. അങ്ങനൊരു വിനയ് ഫോർട്ടിന്റെ അല്ലാതെ വോയിസ് ട്രൈ ചെയ്യാം. കുറെ നാളായി ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ PT അടക്കം കാല് തെറ്റി മലനടച്ച് വിടാറില്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ സോളോ ഹീറോ ആയിട്ട് അഭിനയിച്ച കമ്പിളിപ്പതപ്പ് എന്ന പടം സൂപ്പർ ഹിറ്റാണ്. ഞാൻ ആ ചേട്ടന്റെ മുമ്പിൽ നിന്ന് സ്റ്റേജിൽ പ്രതീക്ഷിക്കാതെ എന്നെ വിളിച്ചു കയറ്റിയതാണ്. അപ്പൊ ഞാൻ അവിടെ വേറെ കാര്യങ്ങൾ തിരക്കിൽ നിൽക്കുക. പക്ഷെ അവിടെ വേറെ ബാക്ക് സ്റ്റേജിലുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പ്രീതി മൈക്ക് കയറെന്നും പറഞ്ഞിട്ട് അവിടെ പ്രോഗ്രാമിന്റെ അസോസിയേറ്റ് എന്നെ മൈക്ക് നന്നിട്ട് കയറ്റിയിട്ടത്. അപ്പൊ എനിക്കാണെങ്കിൽ ടെൻഷനായി. അത് കാര്യം ഞാൻ ഫീമെയിൽ എത്ര മെയിലിന്റെ വോയിസ് പിടിച്ചാലും ചെറിയൊരു നമ്മുടെ ഫീമെയിൽ ടച്ച് ഒരു സാധനം കിടക്കും മാക്സിമം പിടിച്ചാലും. പക്ഷെ എന്തായാലും ആ സാധനം ആ ചേട്ടൻ സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. മെയിൽ വോയിസ് പിന്നെ വേറെ ആരുടെങ്കിലും ചെയ്യാറുണ്ടോ? പിന്നെ മൊട്ടരാജേന്ദ്രനൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്. ஏய் தம்பி ஒரு ரவுடிக்கு முக்கியமான விஷயம் தெரியுமா? நடை உடை பாவனை நம்ம நடக்கும்போது அப்படி ஒரு பயம் இருக்கணுமா?
പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. അത് അവരെ നമ്മള് മൈൻഡിലുണ്ടല്ലോ അവരുടെ ശബ്ദം. ഭാവനയുടെ നന്നായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളുള്ള സാധനമാണ് ചെയ്തിട്ടുള്ളത്. ഫിലിപ്പോസ് അങ്കിളോ, ഞാൻ കണ്ടില്ലാട്ടോ. ഞാൻ പത്മ, അനിയത്തിയാ. പിന്നെ മിസ്റ്റർ കുഞ്ഞാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. ഭാവന കണ്ടുണ്ടാവല്ലോ. കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ സുരഭി ചേച്ചി കണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുരഭി ചേച്ചി ചെയ്യും. ARM ഇറങ്ങിയപ്പോ ചെയ്തായിരുന്നു. ആ സിനിമയിലെ ഡയലോഗാ ചെയ്തത്. അത് മതി, ചെയ്തോ. എന്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കന്റെ കെണിയും പിടിക്കണം. അതാ ഏജ് ആയിട്ടുള്ള ഏജ് ആയിട്ടുള്ള കഥ പറഞ്ഞു കൊടുക്കുന്നത്. അത് തന്നെ. ഒരു മരത്തിന്റെ അവിടെ ഇരുന്ന് കഥ തന്നെ. പിന്നെ നമ്മുടെ ബിഗ് ബോസിലെ ഷാരിക എന്ന് പറഞ്ഞിട്ട്, ഷാരിക KB, മറ്റേ ആങ്കർ ഷാരിക. ഷാരിക. താങ്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടോ എന്റെ ചോദ്യങ്ങൾ പേടിച്ചിട്ട്? സ്ത്രീ എപ്പോഴും അടിമകളാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഞാൻ പെട്ടെന്ന് വെച്ചപ്പോഴേ ഞാന് പുള്ളിക്കാരിയുടെ ഒക്കെ ഓണാശംസയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണാശംസകൾ പറയുന്ന ഓരോ ആൾക്കാർ ചെയ്യുന്ന. അതിനകത്ത് ഞാൻ പറഞ്ഞു, മാവേലി വരുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഓണത്തിനാണോ മാവേലി വരുന്നത് എന്ന് പറഞ്ഞിട്ട് അത് ആങ്കറിങ് ചെയ്യുന്നോണ്ട് ആ സാധനം ക്വസ്റ്റ്യൻ പോലത്തെ സംഭവങ്ങൾ പിന്നെ ഇതുപോലെ ചെയ്യുന്നതായിരുന്നു. പിന്നെ നമിത പ്രമോദിന്റെ സിനിമ ഡയലോഗ് വിക്രമാദിത്യന അതിനകത്ത് ചെയ്യാം. എന്താ കാര്യം എനിക്ക് മനസ്സിലായി. അവനെ ഹഗ് ചെയ്താനല്ലേ ഈ കുശുമ്പ്. അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു വന്നിരിക്കും, ചിലപ്പോ ഉമ്മ വെച്ചു വന്നിരിക്കും. ചുമ്മാ തള്ളുന്നതാണ്. ആൾക്കാർ ആങ്കറിന്റെ എക്സ്പ്രഷൻ നോക്ക്. അല്ലല്ല, പക്ഷെ നന്നായിട്ട് എനിക്ക് ആക്ച്വലി എല്ലാം നല്ലതായിട്ടാ തോന്നി. താങ്ക് യു. എല്ലാം അല്ല, ഞാൻ പറയുന്ന ആൾക്കാരെല്ലാം ഞെട്ടാറുണ്ട്. പക്ഷെ ചിലപ്പോ എനിക്കൊന്ന് ലൈവായിട്ട് കേൾക്കുമ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ചിലപ്പം ചില സമയത്ത് നമ്മള് ഈ റീലൊക്കെ ചെയ്തിടുന്ന സമയത്ത് ഈ പറഞ്ഞ കണക്ക് ആ സ്പോട്ടിൽ ഈ തൊണ്ടയുടെ വെച്ചിട്ടുള്ള സംഭവമാണല്ലോ. എനിക്ക് തോന്നിക്കുന്നത് റീല് ചെയ്യുമ്പോ വരുന്നത് ലിപ്സിങ്ക് ചിലപ്പോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാറ്റം ചെറിയൊരു മാറ്റം വന്ന് കിടക്കുമ്പം ഇത് ശരിക്കും ആണോ എന്നുള്ളൊരു കുറെ കമന്റ്സ് വരുന്നത്. ഞാനൊരു വ്യൂവർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നാറുണ്ട് ഇതിപ്പോ ശരിക്കും കള്ളത്തരം കാണിച്ച. അല്ല, ഇപ്പൊ അങ്ങനെ എളുപ്പമാണല്ലോ വോയിസ് ഒക്കെ ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഡയറക്റ്റ് കേൾക്കുമ്പോ നമുക്കൊരാള് നമ്മള് പറയുമ്പോ കള്ളത്തരം കാണിച്ചല്ലോ. അല്ല, കള്ളത്തരല്ല കൊച്ചിന്റെ. ഡബിങ് ആണോ മിമിക്രി ചെയ്യുന്നതാണോ ഇഷ്ടം? എനിക്ക് മിമിക്രി ചെയ്യുന്ന ഇഷ്ടം. ഡബിങ്ങോ? ഡബിങ് ഇഷ്ടമാണ്. സിനിമയ്ക്ക് വേണ്ടിയാ ഡബ് ചെയ്യുന്നത്? സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ. സീരിയലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ ഓരോരുത്തർ പെട്ടെന്നൊക്കെ വിളിക്കും, ഇങ്ങനെ ഒന്ന് വന്ന് വോയിസ് ടെസ്റ്റ് നോക്കിയിട്ട് പോകാൻ പറയവര്. അവർക്ക് ഓക്കെ ആണെങ്കിൽ വിളിക്കും. അവിടെ മോഡുലേറ്റ് ചെയ്ത് സംസാരിക്കുമോ? ഐ മീൻ വോയിസ് മിമിക് ചെയ്ത് ഡബ് ചെയ്യോ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില ക്യാരക്ടർ നമുക്കിപ്പോ ഒരു ലേഡി പോലീസ് ഓഫീസറാന്ന് വെച്ചു, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാന്ന് വെച്ചു. അപ്പൊ അവർക്ക് ഇപ്പം വേണ്ടത് കുറച്ച് ബേസ് വോയിസ് ആണ്, നല്ല ബോൾഡ് ആയിട്ടുള്ള. അപ്പൊ അവര് പറയേണ്ട അടുത്ത് പ്രീതിമയുടെ വോയിസിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മാറ്റം വരുത്തും എന്ന് പറയും. നമ്മുടെ ഈ അയ്യപ്പനും കൊശിയിലെ പണ്ട് കണ്ണമ്മ ആ ക്യാരക്ടറിന്റെ ഒക്കെ വോയിസ് ഭയങ്കര നല്ല വോയിസ് ആണല്ലോ. അതൊക്കെ ഞാൻ ആ സമയത്ത് ചെയ്യുമായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാം. ഡോ, ഒരു മിനിറ്റ്. മന്ത്രിമാരടക്കം മുഴുത്തോമാരൊക്കെ നിന്റെ വശത്തിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ത്? അല്ല, ഏത് നാടാക്കാനാ നിനക്ക് വാചകങ്ങളൊക്കെ എഴുതരുന്നേ? നിന്റെ അപ്പനാ? അടങ്ങടേക്കാ. നീ കുറെ ലോങ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ അടുത്ത് നിന്ന് കാണുന്നതൊന്നും നീ കണ്ടിട്ടില്ല കേട്ടോ. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം ഇങ്ങനെ ഒരു ഡയലോഗ് കിട്ടുമ്പോ അത് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഡബിങ്ങിൽ ഫുൾ സ്ട്രെച്ചില് വേറെ സൗണ്ട് വെച്ച് ചെയ്യാന്ന് പറയും. അത് സ്ട്രെയിൻ അല്ലേ? ഡബ് ചെയ്യാം, നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ഒക്കെ എടുത്ത് അങ്ങനെ. അതാ നമ്മൾ സ്വന്തം വോയിസിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ചിലപ്പോഴേ നമ്മുടെ സൗണ്ട് ചിലപ്പോൾ മാറും എന്ന് വെച്ചാൽ നമ്മുടെ ഓൺ വോയിസിലോട്ട് ചിലപ്പോൾ കയറും. അതാ പിന്നെ ഒന്നുകൂടെ ടേക്ക് എടുത്ത് കേട്ട് നോക്കി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ സ്കിറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ചില ആക്ട്രസിന്റെ ഒക്കെ വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ സ്പൂഫ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടൊക്കെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ വേറെ ആക്ടേഴ്സിൽ തമിഴ്, ഹിന്ദി അങ്ങനെ ആരെങ്കിലും? തമിഴില് സാമന്തയുടെ വോയിസ് ചെയ്യും. ராம்போ, உனக்கு நீ தான் பிடிச்சிருக்குன்னு தெரியுது. அதோக்கிட்ட ஓப்பனா சொல்லிடு. நீ கதிச்சு தான் பிடிக்கும், நான் கதிச்சு கூட தான் இருப்பேன். அது டைரக்டா சொல்லிடு. நாம 2 பேரும் அப்படியே எங்கேயாச்சு. என்னை விட்டு என்னை தாண்டி
അവക്കിട്ട് പോയിടുവാ നീ അപ്പൊ നയൻതാര ഇടയ്ക്ക് കയറി എന്ന് പറയുന്ന ഡയലോഗ് അത്. ഇതിപ്പം ശരിക്കും പാട്ടൊക്കെ സാധകം ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സംഭവം. സംഭവമാണ്. പ്രാക്ടീസ് ആണ് കൂടുതൽ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ചെയ്യുന്ന സാധനം ഞാൻ സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ഇതിലും എനിക്ക് ബെറ്റർ ആക്കാം. ഫൈൻ ചെയ്യാൻ പറ്റും. ശരി better ശരി. ആക്കാം. ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞത് ബുദ്ധിമുട്ടാണോ? ഇല്ല, ഞാൻ പറഞ്ഞ കണക്ക് സ്കൂളിൽ വെച്ച് നിർത്തിയ സാധനമാണല്ലോ, പിന്നെ ഇതിന് വേണ്ടിട്ട് ട്രൈ ചെയ്തു. പിന്നെ ഇത് പോയിന്റിൽ അപ്പൊ തിരിച്ചു ഇതിലേക്ക് പോരാന്ന് വിചാരിച്ചേ? ഞാന് ഇത് കോമഡി ഉത്സവം കോമഡി പ്ലസ് ടു ആയപ്പോ നിർത്തിയ സാധനമാണ്. പിന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോ കോമഡി ഉത്സവത്തിൽ വന്നത്. പിന്നെ ഒറ്റ ദിവസം മാത്രം ചെയ്തിട്ടുള്ളൊരു വോയിസ് ആണ് നമ്മുടെ സേതുലക്ഷ്മി അമ്മയുടെ. അത് ഞാൻ ഇത് കണക്ക് റീല് കണ്ടപ്പം പെട്ടെന്ന് കണ്ടാൽ ചെയ്തതാണ്. അത് അന്ന് മാത്രം ചെയ്തിട്ടുള്ളൂ. ആശുപത്രി പോവാൻ കാശ് വേണ്ട, പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. ആരെങ്കിലും കൊണ്ടുവന്നൊരു തോന്നല് വേണം മോളെ മനുഷ്യന്മാർക്ക്. അറിയോ? അറിയിനകത്ത് അത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ചോട്ടാ മുംബൈയിലെ മുകേഷ് ഏട്ടന്റെ അമ്മയാണ് ചോട്ടാ മുംബൈയിലുള്ള കലാഭവമണിയുടെ അമ്മയായിട്ടുള്ളത്. നീ നോക്കണ്ടടാ, നിന്റെ അച്ഛൻ ഇതുപോലെ ചോര തൊപ്പി തന്നെയാടാ ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാമടാ. അത് ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്തില്ലേ, അപ്പോഴേ ഞാൻ ചെയ്തത്. സിനിമ പോയി പിന്നെ രണ്ടാമത് കണ്ടിട്ട് വന്നപ്പോഴാ ഇത് ചെയ്താലോ ഇപ്പൊ സോഷ്യൽ മീഡിയയില് സമയമൊക്കെ നോക്കി അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടോ സ്ഥിരം? അങ്ങനെ സമയം നോക്കി പോസ്റ്റ് ചെയ്യാറില്ല. 3-4 ദിവസം കഴിഞ്ഞ് വീഡിയോസ് കണ്ടില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും ഇങ്ങനെ, ഹലോ പുതിയ വീഡിയോ ഒന്നും കണ്ടില്ല ചെയ്യണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞ ഈ ഫ്രണ്ട് ഒക്കെ അവള് പറയും, എടി പുതിയ വീഡിയോ ചെയ്യടി. പക്ഷെ ഞാനെങ്ങനെ ആയിരിക്കണമായിരുന്നു, എനിക്ക് കഴിവില്ലാണ്ടായി പോയല്ലേ, ഞാൻ ചെയ്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തിക്കളെ. അപ്പൊ നമ്മളെ എന്നാ ശരി ഒന്നും ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത. 2026 പ്ലാനുകൾ എന്തൊക്കെയാണ്? അന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ല. വരുന്നിടത്ത് വെച്ച് എന്താണോ അത്രേ ഉള്ളൂ. ഒരു പ്ലാനിങ്ങും ഇല്ല. പക്ഷെ അടിപൊളിയാവട്ടെ. കാരണം ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ കിട്ടി, ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇനിയും ഫോളോവേഴ്സ് ഒക്കെ കിട്ടി. നമുക്ക് ഒരു സമയം വേണമല്ലോ, ആ ഒരു സമയവും കിട്ടട്ടെ. അതെ, ഇടയിൽ പ്രാക്ടീസ് ചെയ്യാനും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ടൈം കണ്ടെത്താൻ പറ്റിയിട്ട് അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്.